ഇവിടെ കൊറേ പച്ചത്തക്കാളി ഇരിപ്പുണ്ടല്ലോ അമ്മ. ഇത് വെച്ച് നീ എന്തോ ചെയ്യുന്നു? നീ തക്കാളി തോരൻ കൂട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മള് തക്കാളി തോരൻ വെക്കാം ഇന്ന്. നമുക്കിപ്പോൾ അരപ്പൊന്ന് സെറ്റ് ആക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ, 2 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ദേ നമ്മുടെ അരപ്പ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാ തുടങ്ങുകയല്ലേ? ദേ നമ്മൾ പാൻ വെച്ചു, അത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു. ആസ് യൂഷ്വൽ നമ്മുടെ തോരൻ പ്രൊസീജിയർ തന്നെയാണ്. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അതിനകത്തോട്ട് ഓൾറെഡി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, സവാള, പിന്നെ അരപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദേ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടുന്ന അത്ര വെള്ളം മതി. കാരണം ഒരുപാടായാൽ പിന്നെ അതങ്ങ് എന്താണ്, പിന്നെ തോരൻ്റെ ആ ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ദേ കുറച്ച് വെള്ളം കൂടെ വേണമായിരുന്നേ. അപ്പോൾ ദേ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി എന്താണ്, അടച്ചു വെക്കാം. വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അമ്മച്ചിമ്മ ആണെങ്കിൽ എന്നെ ഇത് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ദേ കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ദേ വാടി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മണി സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരന് റെഡിയാവും ഗൈസ്. സോ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അഥവാ നിങ്ങൾ വേറെ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളമൊക്കെ പറ്റി തോരൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. സോ അമ്മച്ചിമ്മ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് തോരൻ പോലെ. തക്കാളിയുടെ ടേസ്റ്റ് തോന്നില്ലല്ലോ. ആ തക്കാളിയുടെ ഒരു ചെറിയ പുളിയും ആ ഉപ്പും കൊള്ളാം. ഇച്ചിരി കൂടെ. അയ്യോ പല്ലൊക്കെ തേച്ചതാ. കണ്ടോ ഗൈസ്, എന്നെ നിർത്തി അപമാനിക്കുന്ന കണ്ടോ ഗൈസ്? അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്.